വിതരണത്തിനായി 60 പരിപാടികൾ മുന്നോട്ട് വെച്ച് LDF പ്രകടന പത്രിക. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കി ഉയർത്തുമെന്നും കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും വാഗ്ദാനം. അതിവേഗ റെയിൽപാത, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജോലി, പരിധിയില്ലാത്ത കാരുണ്യ ചികിത്സാ പദ്ധതി, യുവജന സംരംഭങ്ങൾക്ക് സഹായം, 50% സ്ത്രീകൾക്ക് ജോലി തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് മാറ്റുന്ന പ്രവർത്തനം അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കലാണ് ലക്ഷ്യമിടുന്നത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതോടൊപ്പം വികേന്ദ്രീയ ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത, പുരോഗമന ചിന്ത ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം നിർമ്മിക്കലാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തെ കേവല ദാരിദ്ര്യരഹിത സംസ്ഥാനമാക്കും. സാമൂഹിക സുരക്ഷയെ പുതിയ ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. സംസ്ഥാനത്ത് എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തന്നെ പുനഃസംഘടിപ്പിക്കും. നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ചരിത്രപരമായ ചുവടുവെപ്പാണുണ്ടാവുക. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തും. സേവന സംരംഭങ്ങൾ, സാന്ത്വന പരിചരണം, ടെക്നോളജി സേവനങ്ങൾ, വാതിൽപ്പടി സേവനം ഇവയെല്ലാം പുതിയ തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി തുറക്കുന്ന സ്ഥിതി. തൊഴിലുറപ്പ് പദ്ധതി അത് കൂടുതൽ ശക്തിപ്പെടുത്തും. വ്യവസായവൽക്കരണത്തിന് പുതിയ വേഗം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ കേന്ദ്രീകൃത വികസന പദ്ധതികൾ നടപ്പാക്കും. നമ്മുടെ സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംരക്ഷണം മുതൽ ഉയർന്ന ചികിത്സ വരെ സർക്കാർ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. AK അഭിലാഷ ചേരുന്നു കോഴിക്കോട് നിന്ന്. കൂടുതൽ വിശദാംശങ്ങളുമായി അഭിലാഷ. വയോവൃദ്ധ ജനങ്ങൾ, യുവജനങ്ങൾ, വീട്ടമ്മമാർ, ജോലി അന്വേഷിക്കുന്ന സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലെയും ജനങ്ങളെ തൊട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് അവർ ഇത്രയും കാലം തുടർന്നു പോന്നിരുന്ന വികസന ക്ഷേമ പദ്ധതികളുടെ ഒരു തുടർച്ച എന്ന വണ്ണമാണോ ഇന്നത്തെ പ്രകടന പത്രികാ പ്രകാശനം ഉണ്ടായത്? ആര്യ, തീർച്ചയായിട്ടും നമ്മൾ ആ നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത്. കാരണം കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ പ്രകടന പത്രികയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് നവകേരളത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ പ്രകടന പത്രികയിലൂടെയും LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നു എന്നതാണ്. കാരണം 3000 രൂപ പെൻഷനായി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിയുമ്പോൾ ജോലി അത്തരത്തിൽ ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് 50% തൊഴിൽ നൽകുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രകടന പത്രിക പുറത്തു വരികയും ചെയ്തത്. ഏതായാലും 2 വോള്യങ്ങളായിട്ടാണ് ഈ പ്രകടന പത്രിക. 60 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും എടുത്തു കാണേണ്ടതുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ, അതോടൊപ്പം സ്ത്രീകൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കൊക്കെ ആവശ്യമായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വൈജ്ഞാനിക സാമ്പത്തിക ഘടനയിലേക്ക് നമ്മൾ മാറാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് ഇത് എന്നുള്ളതാണ് സവിശേഷമായ ഒരു കാര്യമായി കാണേണ്ടത്. കാരണം വൈജ്ഞാനിക ലോകത്ത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താൻ, അതോടൊപ്പം തന്നെ മടങ്ങി വരുന്ന പ്രവാസികളുടെ അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താനൊക്കെ ശ്രമങ്ങൾ ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് തന്നെ സവിശേഷമായ ഒരു പ്രകടന പത്രികയാണ് എന്ന് പറയണം. ഏറ്റവും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ 5 വർഷങ്ങൾക്കകം പൂർത്തീകരിക്കും എന്ന് പറയുന്നു. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ അതിവേഗ റെയിൽപാത, നേരത്തെ കേരളയിൽ അടക്കമുള്ള കാര്യങ്ങൾ വിട്ടുപോയി എന്നുള്ള ഒക്കെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നോക്കം പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ പ്രകടന പത്രിക എന്ന് വ്യക്തമാണ്. ആര്യ, തീർച്ചയായും AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. LDF പ്രകടന പത്രികയിലെ വാഗ്ദാന പിരമിഡുകളുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് നൽകിയത്. ഇനി നമുക്ക് UDFന്റെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം.